രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനോ. തെലങ്കാന ഭരിക്കുന്ന രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തന്റെ ഔദ്യോഗികമായ ലെറ്റർ പാഡിൽ നീ പോ മോനെ വിജയ എന്നും എഴുതി വെച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അയക്കുമ്പോൾ അതൊരു തെറിയല്ലാതെ ആയിരിക്കുകയും, എന്നാൽ അതേ സമയം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി അതിന് അതേ നാണയത്തിൽ തന്നെ രേവന്തേ ഡാഷ് മോനെ രേവന്തേ എന്ന് ഇതിന് മറുപടി ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞ് പിന്നീട് 1-2 മണിക്കൂറിനുള്ളിൽ മറുപടി കൊടുക്കുകയും ചെയ്തു, ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി. അങ്ങനെ പറയുമ്പോൾ അതെങ്ങനെയാണ് തെറിയായിട്ട് മാറുന്നത് നമ്മുടെ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസിന്? കോൺഗ്രസ് പറയുന്നത് അത് ഭയങ്കര മോശമായി പോയി എന്നാണ്. 50 വർഷം കൂടെ നടന്ന കമ്മ്യൂണിസ്റ്റിനെ പരമചെറ്റ എന്ന് വിളിച്ച് മലയാള ഭാഷയ്ക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്ത ആളാ പിണറായി വിജയൻ. എനിക്ക് രേവന്ത് റെഡ്ഡിയോട് അഡ്വൈസ് ചെയ്യാം, അദ്ദേഹത്തോട് ഒരിക്കലും പിണറായി വിജയനെ പറ്റി ഒന്നും പറയുന്നത് തിരിച്ച് നിങ്ങൾ കേൾക്കാത്ത ഭൂമി കേൾക്കാത്ത ഭാഷ ഒരു തമാശ എന്നും അദ്ദേഹത്തോട് പറയണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. എന്തായാലും വളരെ പരിഹാസ്യമായിട്ടാണ് ഇതിനെതിരെ, അതായത് രേവന്ത് റെഡ്ഡിക്കെതിരെ നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞ ആ വാക്കിന് വളരെ പരിഹാസ്യമായ രീതിയിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുത്തിട്ടുള്ളത്. സ്വാഭാവികമാണ്, അങ്ങനെ തന്നെ എടുക്കുള്ളൂ. കാരണം ഈ രേവന്ത് റെഡ്ഡിയെ ഈ പ്രചാരത്തിന് വേണ്ടി ക്ഷണിച്ചു കൊണ്ടുവന്നത് നമ്മൾ ആരുമല്ല, ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുമല്ല, നമ്മുടെ കേരളത്തിലെ ഈ ഒരു പ്രതിപക്ഷ നേതാവും കൂട്ടരും പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരാണ് ക്ഷണിച്ചു വന്നത് എന്നാണ്. ഇനിയിപ്പോ രേവന്ത് റെഡ്ഡി നേരെ BJP പാളയത്തിലേക്ക് ചാടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. സംഗതി അവിടെ കിട്ടെ. രേവന്ത് റെഡ്ഡി ഔദ്യോഗികമായ ലെറ്റർ പാഡിൽ നമ്മുടെ പിണറായി വിജയൻ സഖാവിനെ നീ പോ മോനെ പിണറായി വിജയ എന്ന് എഴുതുന്നത് തെറിയല്ലാതെ അറിയിക്കും. ഇദ്ദേഹം ഡാഷ് രേവന്തേ മറുപടി ഞാൻ തരാം എന്ന് പറയുന്നത് തെറിയായിട്ട് മാറുന്നതിന്റെ ഒരു സംഗതി എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം, അദ്ദേഹം നമ്മുടെ ആ ഒരു ലെറ്റർ പേഡിൽ, സ്വന്തം ലെറ്റർ പേഡിൽ അങ്ങനെ അയക്കുമ്പോൾ അതൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതാണ് ആ ഒരു പത്രസമ്മേളനത്തിനിടയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയ്ക്ക് പ്രസംഗിക്കുന്നിടയ്ക്ക് നീ പോ മോനെ ദിനേശ എന്ന് ആദ്യം പറയുകയും പിന്നീട് നീ പോ മോനെ പിണറായി വിജയ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരു അപമാന വാക്ക് നമ്മളെല്ലാവരും കേട്ടു. പക്ഷെ ഇടതുപക്ഷത്തിൽ നിന്ന്, ആ ഇടതുപക്ഷ വിങ്ങിൽ നിന്ന് അതിനെ എതിർക്കുന്ന തരത്തിലുള്ള ഒന്നും ഉണ്ടായില്ല. അതിനെ നിഷ്കരുണം അങ്ങോട്ട് തള്ളിവിട്ടു, അതിന് വലിയ വില ഒന്നും കൊടുക്കാൻ തള്ളിവിട്ടു. പക്ഷേ രണ്ടാമത് സംഭവിക്കുന്നത് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ളൊരു തർക്കം പോലെയാണ്, അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു വലിയ വിടവിന് കാരണമായേക്കാവുന്ന രീതിയിലാണ് തെലങ്കാനയിലെ ആ ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഈ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പെരുമാറുന്നത്. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ചെറ്റത്തരമാണ് ആ ഒരു കാണിച്ചു കൊണ്ടിരിക്കുന്ന അർത്ഥം. അത് രാഷ്ട്രീയ ചെറ്റത്തരം എന്നല്ലാതെ വേറെ വാക്കുകളൊക്കെ വെച്ച് നമുക്ക് പറയാം. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് പറഞ്ഞ പോലെ ആ ഡേഷ് എന്നുള്ള വാക്കിനവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാംസ്കാരിക നിലവാരം അനുസരിച്ച് എന്ത് വേണമെങ്കിലും എഴുതി വെക്കാം എന്നുള്ളതാണ്. അതല്ലാതെ അതിന് വേറൊരു മറുപടി ഇല്ല. നോക്കൂ, എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പിനെ 2 സംസ്ഥാനങ്ങൾ തമ്മിലൊരു വഴക്കിലേക്ക് ഈ കോൺഗ്രസ്സുകാർ എത്തിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ VD സതീശൻ ചേട്ടൻ അത് പറയുന്നതിന് മുമ്പ് പിണറായി വിജയൻ പറഞ്ഞത് മുഴുവനായിട്ട് നമുക്കൊന്ന് കേൾക്കണം. രേവന്ത് റെഡ്ഡി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മള് മര്യാദകൾ എന്നൊക്കെ പറയല്ലോ, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയമേവ ചിന്തിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്, ആ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാനത് വിശദമായിട്ട് പറയുന്നില്ല, അത് പറഞ്ഞാൽ കുറെ വിശദമായിട്ട് പോകണമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനോ. പച്ചയ്ക്ക് പറഞ്ഞാൽ അത് നമ്മുടെ മലയാളത്തില് ഒരു നാട്ടുഭാഷ രീതിയാണ്. ഡാഷ് മോൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു നാട്ടുഭാഷ രീതിയാണ്. അതിൽ വേണമെങ്കിൽ കേൾക്കുന്നവന് എന്തു വേണമെങ്കിലും ആഡ് ചെയ്യാം. പ്രിയപ്പെട്ട മോനെ
രേവന്ത എന്ന് വിളിച്ചതായിട്ട് വേണമെങ്കിലും അവർക്ക് കരുതാം. അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും മുട്ടൻ തെറി ഉണ്ടെങ്കിലും അതും ആ ഒരു ഡാഷ് എന്നുള്ള വാക്കിനൊപ്പം ചേർത്ത് വെക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇത് വളരെയധികം പ്രകോപിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കോൺഗ്രസ് ആളുകളെ. ഏറ്റവും കൂടുതൽ വലിയ വേദന ഉണ്ടാക്കിയത് അത് നമ്മുടെ VD സതീശൻ ചേട്ടനാണ്. അദ്ദേഹം പറയുന്നത് ഭയങ്കര രസകരമായിട്ടാണ്. ഇടയ്ക്ക് ചെറിയൊരു പണിയും കിട്ടി. 50 വർഷം കൂടെ നടന്ന കമ്മ്യൂണിസ്റ്റിനെ പരമചെറ്റ എന്ന് വിളിച്ച് മലയാള ഭാഷയ്ക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്ത ആളാണ് പിണറായി വിജയൻ. എനിക്ക് രേവന്ത് റെഡ്ഡിയോടൊന്ന് അഡ്വൈസ് ചെയ്യാം. അദ്ദേഹത്തോട് ഒരിക്കലും പിണറായി വിജയനെ പറ്റി ഒന്നും പറയുന്നത് തിരിച്ച് നിങ്ങൾ കേൾക്കാത്ത ഭൂമി കേൾക്കാത്ത ഭാഷ ഒരു തമാശ ഒന്നും അദ്ദേഹത്തോട് പറയണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. എന്തായാലും അത് ഇദ്ദേഹം പറയുന്നതായിരുന്നു നല്ലത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ അപമാനിക്കുന്ന വിധത്തിൽ ആ രേവന്ത് റെഡ്ഡി പെരുമാറില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞു കൊടുത്തത് പിണറായി വിജയനെ കുറിച്ച് വളരെ റോങ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. എന്ത് തെറിയും വിളിക്കാൻ പറ്റും. കാരണം നമ്മുടെ VD സതീശൻ ചേട്ടൻ ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതുമായിരിക്കാം. പക്ഷേ എല്ലായിടത്തെയും ആളുകൾ ഒരേപോലെ അല്ല എന്ന് ഇദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നർത്ഥം. അതാണ് ഞാൻ പറഞ്ഞത് അത്രേ പറഞ്ഞുള്ളൂ എന്നുള്ളത് ഭാഗ്യം. ഡാഷ് മോനെ എന്നേ പറഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഡാഷ് മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ അർത്ഥം ഒന്നും കൂടി സമനില തെറ്റിയിരിക്കാണ് പുള്ളിക്ക്. മൊത്തത്തില് ഒന്നും കൂടി തെറ്റിയാ ഡാഷും കൂടി പുള്ളി പൂരിപ്പിച്ചാണ്. എന്താ ദൈവമേ, കേരളത്തിന് എന്തൊരു നാണക്കേടായ രാജ്യം മുഴുവൻ. ഈ കേരളം അപമാനത്തോടുകൂടി തലകുനിച്ച് നിൽക്കേണ്ടി വന്നേനെ. കണ്ടില്ലേ ഇദ്ദേഹം അതിന് പറയുന്നത് എന്താണ്? കേരളം അപമാനത്തോടുകൂടി തല കുനിച്ച് നിൽക്കേണ്ടി വന്നല്ലേ. എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസ്സുകാരോട് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആളുകളോടാണ്. ആ രേവന്ത് റെഡ്ഡി നമ്മുടെ മുഖ്യമന്ത്രി അപമാനിക്കുമ്പോൾ അത് നമ്മുടെ കേരളത്തെ അപമാനിക്കുകയാണ് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? നിങ്ങൾ എന്താ കേരളത്തിലല്ല എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ നിങ്ങൾ ജീവിക്കുന്നത്? ഇത് ഒരിക്കലും രാഷ്ട്രീയപരമായിട്ട് പറയുന്ന സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതും ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന്, ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് പുറത്തു വരാൻ പാടില്ലാത്തതുമായിട്ടുള്ള വാക്കുകളാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇദ്ദേഹത്തിന് തള്ളി വരുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടോ? അത് ഇതിലില്ല. നോക്കട്ടെ. ഈ കേരളം അപമാനത്തോടുകൂടി തലകുനിച്ച് നിൽക്കേണ്ടി വന്നേനെ. ഇതിന്റെ ഏറ്റവും അവസാനം പുനർജനി എന്ന് കേൾക്കാം. ഇദ്ദേഹം ഇങ്ങനെ തള്ളിക്കൊണ്ട് വരുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു പുനർജനിയെ കുറിച്ച് ചോദിച്ചത്. സത്യം പറഞ്ഞ VD സതീശൻ ചേട്ടൻ അവിടെ കുടുങ്ങി. പുനർജനിയൊക്കെ ഞാൻ വേണമെങ്കിൽ വേറെ ചർച്ച ചെയ്തിട്ടുള്ള, നീ അതിലൊന്നും ഇടപെടണ്ട എന്ന രീതിയിലാണ് പിന്നീട് VD സതീശൻ ചേട്ടൻ അതിനെ പ്രതികരിച്ചതെന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇതിനെതിരെ ചില വാക്കുകൾ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും പറയേണ്ടതാണല്ലോ. എന്തായാലും നമ്മുടെ സ്വരാജിന്റെ വാക്കുകൾ കൃത്യമാണ്, കേൾക്കണം. അദ്ദേഹത്തിന്റെ കത്തിന്റെ കാര്യം മാത്രമല്ല, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാക്കല്ല. പ്രസംഗത്തിൽ തലേദിവസം പറഞ്ഞു, നമ്മൾ ആരും ഒന്നും പ്രതികരിച്ചില്ലല്ലോ. പ്രസംഗത്തിലും മുഖ്യമന്ത്രിയൊക്കെ സംസാരിക്കുമ്പോൾ കുറെ കൂടി മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെന്ന് ഓർത്ത് പറയുന്നതാണ് നല്ലത്. എന്നാലും പ്രസംഗത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ അങ്ങ് അവഗണിക്കുകയാണ് ചെയ്തത്. നമ്മൾ ആരും അത് ഏറ്റുപിടിക്കാൻ പോയിട്ടില്ല. പകരം ഞങ്ങൾ ഉയർത്തിയ വിമർശനം മറ്റൊന്നാണ്. ശ്രീ രേവന്ത് റെഡ്ഡി കേരളത്തിൽ വന്ന് കോൺഗ്രസിന് വോട്ട് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് 25 മാസമായിട്ട് പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. 2 വർഷവും 1 മാസവുമായി സ്വന്തം നാട്ടിൽ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആള് കേരളത്തിൽ വന്നിട്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്ന് പറയാണ്. അതേപോലെ കോൺഗ്രസിനെ ജയിപ്പിക്കണം എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ നമ്മുടെ ഇന്ദിരാ ഗ്യാരണ്ടി, ആ ഒരു ഗ്യാരണ്ടി നടപ്പിലാക്കാൻ വേണ്ടി സഹായിക്കണം എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ രസകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെലങ്കാനയിൽ അവർ അധികാരത്തിൽ വരുമ്പോൾ അവർ പ്രഖ്യാപിച്ച 6 ഗ്യാരണ്ടിയാണ്. ആ 6 ഗ്യാരണ്ടിയിൽ ഒന്നുപോലും നേരം പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടില്ലാത്ത ആളുകളാണ് ഇവിടെ വന്നിട്ട് കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പുറകിലുള്ള ഒരു രസകരമായ കാര്യം. അദ്ദേഹം വോട്ട് ചോദിക്കുന്നത് ആദ്യം അദ്ദേഹം സ്വന്തം നാട്ടിലെ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കട്ടെ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ശമ്പളം കൊടുക്കട്ടെ. കിട്ടിയ അധികാരം ജനങ്ങൾക്ക് വേണ്ടി മര്യാദയ്ക്ക് ഭരിക്കാൻ ഉപയോഗിക്കട്ടെ. അതിനുശേഷം ഇത്തരത്തിലുള്ള വാചകങ്ങളുമായിട്ട് വരുന്നതാണ് ഉചിതം. ഇപ്പോ പ്രതികരിക്കാൻ കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ ലെറ്റർ ഹെഡിലാണ്. അതിനൊരു ഔദ്യോഗിക സ്വഭാവമില്ലേ? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ ഇത്തരം പരാമർശങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുകയാണ് അദ്ദേഹം. അത് വളരെ അസാധാരണമാണ്, വിചിത്രമാണ്. ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് എത്രമാത്രം അർഹതയുണ്ട് എന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ.
എന്തായാലും അത് രേവന്ത് റെഡ്ഡിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന നമ്മുടെ വി ഡി സതീശൻ ചേട്ടൻ അടക്കമുള്ള ആളുകൾ പരിശോധിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. പച്ച പറഞ്ഞില്ലേ, ഞാൻ കുറച്ചു മുമ്പ് തന്നെ പറഞ്ഞു, ഇതൊരു രാഷ്ട്രീയ ചെറ്റത്തരമാണ്. ഇത്തരത്തിലുള്ള ചെറ്റ വർത്തമാനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരാളെയും നമ്മുടെ കേരളത്തേക്ക് കൊണ്ടുവരരുത്. കാരണം നമ്മുടെ കേരളം അങ്ങനെയൊന്നുമല്ല എന്ന് നമുക്കറിയാം. നമ്മളെന്തായാലും അങ്ങോട്ട് അത്തരം വർത്തമാനങ്ങൾ പറയില്ല. പക്ഷേ ഇങ്ങോട്ട് പറഞ്ഞാൽ ഡേഷ് മോനെ രേവന്തേ എന്ന തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ വളരെ ധൈര്യപൂർവ്വം പറഞ്ഞുകൊള്ളുന്നു തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.